നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്ത് യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കർശന അന്വേഷണത്തിന് SP ഉത്തരവിട്ടു. പക്ഷേ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന ആരോപണം ശക്തമാവുകയാണ്. മൂവാറ്റുപുഴയിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. മൂവാറ്റുപുഴ പെരുമ്പല്ലൂർ സ്വദേശി അമൽ ആന്റണിക്കാണ് കസ്റ്റഡി മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. കസ്റ്റഡി മർദ്ദനത്തിൽ നട്ടലിനും കഴുത്തിനും ഗുരുതരമായി അമൽ ആന്റണിക്ക് പരിക്കേറ്റു. 35 വയസ്സുകാരനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടി. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കണമെന്ന ഒരു നിർദ്ദേശം ഡോക്ടർമാർ നൽകുന്നു. അമൽ കിടപ്പിലാണ്. അദ്ദേഹം ഇപ്പോൾ താൽക്കാലികമായിട്ട് ആയുർവേദ തിരുമൽ ചികിത്സ തേടിയിരിക്കുകയാണ്. 15 വർഷമായി ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ ഈ മാസം 12-ാം തീയതി ഉച്ചയോടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമൽ. അപ്പോഴായിരുന്നു 4-അംഗ പോലീസ് സംഘം എത്തി അമലിനെ കസ്റ്റഡിയിലെടുത്തത്. ബാറ്ററി വിറ്റോ എന്നായിരുന്നു പോലീസ് ആദ്യമായി ചോദിച്ചത്. വിറ്റു എന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്ന് മോഷ്ടിച്ചതായി എന്ന അടുത്ത ചോദ്യം. തന്റെ വീട്ടിലെ പഴയ ബാറ്ററിയാണ് വിറ്റതെന്ന് പറഞ്ഞിട്ടും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അമ്മയുടെയും ഭാര്യയുടെയും 1 വയസ്സുള്ള കുഞ്ഞിനെ മുന്നിലിട്ട് മർദ്ദിച്ചു. തുടർന്ന് പോലീസ് ജീപ്പിലേക്ക് വലിച്ചിഴച്ച് കയറ്റി എന്നാണ് അമൽ റൂറൽ SPക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ജീപ്പിൽ വെച്ച് ഒരാൾ 2 കൈയും കൂട്ടിപ്പിടിച്ച് മറ്റൊരാൾ മുട്ടുകൊണ്ട് പുറത്ത് പലവട്ടം ഇടിച്ചെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പെരുമ്പല്ലൂർ മുതൽ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ എത്തുന്നതുവരെ പോലീസ് വാഹനത്തിലിട്ടും പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോയി സെല്ലിലിട്ടും മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. നട്ടലിനും കഴുത്തിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. നഗരത്തിലൊരു കടയിൽ നിന്ന് ബാറ്ററി മോഷണം പോയെന്ന പരാതിയിലാണ് അമലിനെ പിടികൂടി ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി കിടപ്പിലാക്കിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ എന്തിന് ഇത്തരത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചു എന്നാണ് ചോദ്യമുയർന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് പിന്നീട് മനസ്സിലായി. അതായത് കടയുടെ CCTV ദൃശ്യത്തിൽ ഒരാൾ ബാറ്ററിയുമായി പോകുന്നത് കണ്ടു. മറ്റൊരു കടയിൽ ബാറ്ററി വിറ്റു എന്ന വിവരം കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അമലിനെ തേടിയെത്തുകയായിരുന്നു. തുടർന്നായിരുന്നു കസ്റ്റഡിയും ക്രൂരമർദ്ദനവും. എന്നാൽ 2 വർഷം മാത്രം പഴക്കമുള്ള ബാറ്ററിയാണ് മോഷണം പോയതെന്ന് പോലീസിന് പിന്നീട് മനസ്സിലായി. പോലീസിന് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. വിറ്റ ബാറ്ററി ആകട്ടെ 10 വർഷം പഴക്കമുള്ളതായിരുന്നു. ഇതോടെ ആളുമാറിയാണ് മർദ്ദിച്ചതെന്ന് മനസ്സിലാക്കി പോലീസ് അമലിനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. തീർച്ചയായിട്ടും ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ പോലീസ് ഉപദ്രവിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു കിടപ്പിലാക്കിയിരിക്കുന്നു. ആളുമാറി ചെയ്ത ഒരു ക്രൂരതയാണ്. അക്ഷരാർത്ഥത്തിൽ ആ കുടുംബം, അതായത് അന്നുള്ള അന്നത്തിനായി കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് പോലീസ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി ഈ ഒരു അവസ്ഥയിലാക്കിയിരിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു അമലിന്. ആശുപത്രിയിൽ പ്രവേശിച്ച് പ്രാഥമിക ചികിത്സ തേടി. പക്ഷേ ശേഷമാണ് മുഖ്യമന്ത്രിക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്കും പരാതി നൽകിയത്. പരാതി അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കാൻ SP മൂവാറ്റുപുഴ DYSPക്ക് നിർദ്ദേശം നൽകി. എന്നാൽ അന്വേഷണത്തിൽ തുടർ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന ആരോപണം ശക്തമാവുകയാണ്. ചെയ്യാത്ത കുറ്റത്തിനാണ് ഇത്രയും വലിയൊരു ക്രൂരത ഏൽക്കേണ്ടി വന്നത് ഒരു യുവാവിന്. ഒരു 35 വയസ്സുകാരനാണ് പോലീസ് ആളുമാറി ഇത്രയും ക്രൂരത ചെയ്തതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് സമാനമായി മറ്റൊരു സംഭവം ഉണ്ടായതും പോലീസിന്റെ ഒരു വീഴ്ചയെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സംഭവം ഉണ്ടായി. കൈകൊട്ടിയിട്ടും നിർത്താതെ പോയ ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ ലാത്തി കൊണ്ട് എറിഞ്ഞിട്ട ശേഷം പോലീസ് മർദ്ദിച്ചു. പക്ഷേ പോലീസ് പറയുന്നത് അപകടത്തിൽപ്പെട്ട് കിടന്നവരെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തതെന്നാണ്. തലയോട്ടിയും വാരിയലും ഉൾപ്പെടെ തകർന്ന് 108 ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച 2 യുവാക്കളാണ് വെന്റിലേറ്ററിൽ നിന്ന് 6-ാം നാൾ വാർഡിലേക്ക് മാറ്റിയത്. വാർഡിലേക്ക് വന്നപ്പോഴാണ് ഇവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. പാതിരാത്രിയിൽ നടു റോഡിലിട്ട് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. കല്ലറ സ്വദേശി ദിവിൻ, അതുപോലെ തന്നെ ബന്ധുവായ വിശാഖ് എന്നിവരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ന് വെളുപ്പിന് 2 മണിയോടെയാണ് ഈഞ്ചക്കൽ മുട്ടത്തറ ബൈപ്പാസിൽ സംഭവം നടന്നത്. ഈ ഭാഗത്ത് പട്രോളിംഗിലായിരുന്ന ഫോർട്ട് പോലീസ് ഇവരുടെ ബൈക്കിന് കൈ കാണിച്ചു. പക്ഷേ ഇവർ നിർത്തിയില്ല. ഇതോടെ ലാത്തി കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി. ലാത്തി ഏറുകൊണ്ട് ഇവർ ബൈക്കുമായി റോഡിൽ വീഴുകയായിരുന്നു. യുവാക്കൾ മദ്യപിച്ചിരുന്നതായും പോലീസുമായി വാക്കുതർക്കമുണ്ടായതായും പറയുന്നുണ്ട്. എന്നാലും ബന്ധുക്കൾ നൽകുന്ന പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്. വാക്കുതർക്കത്തിനിടെ പോലീസ് രാത്രിയിൽ ആളൊഴിഞ്ഞ റോഡിലിട്ട് മാരകമായി മർദ്ദിച്ചു. ഇരുവരുടെയും ബോധം പോയതോടെ പോലീസ് 108 ആംബുലൻസ് വിളിച്ചു വരുത്തി റോഡ് അപകടത്തിൽപ്പെട്ടവരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കയറ്റിവിടുകയായിരുന്നു. പോലീസ് ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. ഒരാഴ്ചയോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞ ദിവിൻ ചൊവ്വാഴ്ച സംസാരശേഷി വീണ്ടെടുത്തപ്പോഴാണ് എന്താണ് സംഭവിച്ചത്, പോലീസ് തല്ലിച്ചതച്ച വിവരങ്ങളടക്കം വെളിപ്പെടുത്തിയത്.
ആശുപത്രിയിൽ എത്തുമ്പോൾ വാരിയെല്ലും തലയോട്ടിയും തകർന്ന് അബോധാവസ്ഥയിലായിരുന്നു ദിവിൻ. വലത് കണ്ണിന്റെ മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെ എല്ലുകൾ പൊട്ടി, ചെവിയിൽ നിന്ന് രക്തം വാർന്നിരുന്നു. തലയ്ക്കുള്ളിലും രക്തസ്രാവം ഉണ്ടായതായി CT സ്കാൻ ചെയ്തപ്പോൾ വ്യക്തമായിരുന്നു. വലത് കൈക്കും ഒടിവുണ്ടായിരുന്നു. വിശാഖിന്റെ കൈക്കും കാലിനും പൊട്ടലുണ്ടായിരുന്നു. അജ്ഞാത ഫോൺ സന്ദേശത്തിന് പിന്നാലെ ഒരു ബന്ധു ആശുപത്രിയിലെത്തിയ ശേഷമാണ് ചികിത്സ ലഭ്യമായത്. വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ദിവിനെ 2 ദിവസം മുമ്പ് വാർഡിലേക്ക് മാറ്റിയിട്ടും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പറയാൻ ശ്രമിച്ചിട്ടും കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലായില്ല. ഒപ്പം പരിക്കേറ്റ് കഴിഞ്ഞിരുന്ന വിശാഖ് ഭയം വിട്ടുമാറാത്തതിനാൽ ഇക്കാര്യങ്ങൾ ആരോടും പറഞ്ഞതുമില്ല. ചൊവ്വാഴ്ച ദിവിൻ കുറേശ്ശെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഞെട്ടിക്കുന്ന പോലീസ് മർദ്ദനം പുറത്തറിയുന്നത്. ദിവിന്റെ ഭാര്യ ശ്രീലക്ഷ്മി ഉടൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലിൽ പരാതി അയച്ചു. സ്റ്റാച്യുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വെൽഡിംഗ് തൊഴിലാളിയാണ് ദിവിൻ. ആയുർവേദ കോളേജിന് സമീപത്തെ സ്ഥാപനത്തിൽ തെറാപ്പിസ്റ്റാണ് വിശാഖ്. അതേസമയം ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. പോലീസ് മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്ന പരാതിയിൽ ഇവരുടെ കുടുംബം ഉറച്ചു നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. മറുവശത്ത് വാഹനാപകടത്തിലാണ് യുവാക്കൾക്ക് പരിക്കേറ്റതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. പോലീസ് മർദ്ദിച്ചതിനോ വാഹനാപകടത്തിൽ പെടുന്നതിനോ വ്യക്തമായ തെളിവ് കിട്ടാതായതോടെ സംഭവത്തിലെ ദുരൂഹത തുടരുകയാണ്. എന്തായാലും ദിവിനും വിശാഖും അത്യാസന്ന നിലയിലാണ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നത്. എന്തായാലും വാർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ആ ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. CT സ്കാനിലടക്കം വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. വലത് കൈക്ക് ഒടിവുണ്ടായിരുന്നു. വിശാഖിന്റെ കൈക്കും കാലിനുമായിരുന്നു പൊട്ടൽ. വെന്റിലേറ്ററിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് പാതിരാത്രിയിൽ നടുറോഡ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് വെളിപ്പെടുത്തിയത്. ഇതോടെ ദിവിന്റെ ഭാര്യ ശ്രീലക്ഷ്മി കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. ഇതൊരു വാഹനാപകടമായി എഴുതി തള്ളാൻ അനുവദിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്നും ദിവിന്റെ ഭാര്യ ശ്രീലക്ഷ്മി പ്രതികരിച്ചു. ബാരിക്കേഡിൽ ഇടിച്ചുണ്ടായ അപകടമെന്നാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പുറമേ 2 പേർക്കും മുറിവുകളില്ല. ഒടിവുണ്ടെങ്കിലും കൈക്കും കാലിനും പുറമേ മുറിവില്ല. ബൈക്കിന്റെ ഇടതുവശമാണ് തകർന്നിരിക്കുന്നത്. എന്നാൽ 2 ആളുടെ പരിക്കുകൾ ശരീരത്തിന്റെ വലതുഭാഗത്താണ്. ചെവി പൊട്ടി രക്തസ്രാവമുണ്ടായതും താടിയെല്ലും പല്ലുകളും തകർന്നത് എങ്ങനെയാണ്? ഇവർ മദ്യപിച്ചിരുന്നു എന്നത് ശരിയാണെന്നും അതിനാലാണ് പോലീസിനെ പേടിച്ച് വണ്ടി നിർത്താതെ പോയതെന്നും ഇവർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ വണ്ടിയുടെ നമ്പർ കുറിച്ചെടുത്ത ശേഷം നടപടിയെടുക്കുകയായിരുന്നു വേണ്ടത്. തന്റെ ഭർത്താവിന്റെ കൈക്ക് ശസ്ത്രക്രിയ വേണമെങ്കിലും അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. തലയ്ക്ക് പരിക്കും നെഞ്ചിൽ നീർക്കെട്ടുമുള്ളതിനാൽ അനസ്തേഷ്യ കൊടുക്കാനാകാത്ത അവസ്ഥയാണ്. എത്ര നാൾ അദ്ദേഹം വേദന നിന്ന് കഴിയണം? വീട്ടിലെ ഏക വരുമാന മാർഗമായിരുന്നു ദിവിനെന്നും ഭാര്യ പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.